ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പം ഇത് ഇംഗ്ലീഷ് ഐവി എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നൊരു പ്ലാന്റാണിത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കൂടെ ഇതിനെ വളർത്തിയെടുക്കാം. കാരണം നമുക്കിത് ഇങ്ങനെ വള്ളി കെട്ടി, ഞാനിതിപ്പോൾ ചെറിയ ഒരു ഇത് കൊടുത്ത് ഇവിടെ വരെ ഒരു സ്റ്റാൻഡ് കൊടുത്തു. ആ സ്റ്റാൻഡ് കവർ ചെയ്തിട്ട് ഇവർ നീണ്ടു ഉയർന്നു വന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഒരു ത്രെഡ് കെട്ടി കമ്പി കെട്ടി കൊടുത്തിരിക്കുകയാണ്. അവർ ഇഷ്ടംപോലെ താഴോട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഇൻഡോർ പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സൂര്യപ്രകാശം, എന്നാൽ ഇവർക്ക് അധികം സൂര്യപ്രകാശം പറ്റത്തില്ല, എന്നാൽ അല്പം സൂര്യപ്രകാശം ആവശ്യവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ വീടിനകത്ത് വയ്ക്കുന്നതിലും നല്ലത് കുറച്ച് ഇതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ വളർത്താനായിരിക്കും. വളരെ ഭംഗിയായിട്ട് ഇതുണ്ടല്ലേ, ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയാണിത്. ഇത് നമുക്ക് ചെറിയ മുട്ടുകളായിട്ട് ഇതിൻ്റെ കുറച്ച് മൂത്ത തണ്ടുകൾ വേണം നമ്മൾ ഇത് മറ്റു പുതിയ ചെടി പിടിപ്പിക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ തലയായിട്ട് വളർത്തുന്ന ചെറിയ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷേ ഇവിടുന്ന് നാട്ടിലേക്കൊക്കെ ഈ ചെടി കൊണ്ടുപോയിട്ട് ഇത് പിടിച്ചു കിട്ടാൻ വളരെ പാടായിരുന്നു. ഒരു 3-4 പ്രാവശ്യമെങ്കിലും എൻ്റെ ഒരു റിലേറ്റീവ് ഈ ചെടി നാട്ടിൽ കൊണ്ടുപോയി പിടിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷേ ഇതുവരെയും പിടിച്ചു കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് വളർന്നു കയറുന്നുണ്ട്. പിന്നെ വെള്ളം നമ്മൾ നന്നായിട്ട്, ഈ ചെടിക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വേണം. അതിൻ്റെ വെള്ളവും വളവും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇത് നന്നായിട്ട് പെട്ടെന്ന് വളർന്നു കയറും. ഞാൻ അധികം വലിയ വളമൊന്നും ഇതിന് കൊടുത്തിട്ടില്ല, എന്നാലും വെള്ളം കുറവില്ലാതെ കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ഇത് കയറുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പിലോ ഒരു കമ്പിയോ എന്തെങ്കിലും ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓർക്കാതെ കണ്ണാടിയൊക്കെ വെച്ചോണ്ടാണ് നിന്നത് കേട്ടോ, സോറി. ഓക്കെ, അപ്പം ആ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൂടുതലുള്ളിടത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് പൊള്ളി പോകും. അപ്പോൾ ആ ലീഫിനൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് ഒന്നും കിട്ടാതെ വരും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം ഇച്ചിരി സൂര്യപ്രകാശം ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെയൊക്കെയുള്ള ചെറിയ ഒരു സ്റ്റെമ്മൊക്കെ എടുത്താൽ മതി നമുക്ക് പുതിയ ചെടി പിടിപ്പിക്കാനായിട്ട്. അപ്പം ഇച്ചിരി മൂത്ത സ്റ്റെമ്മ് തന്നെ വേണം ചെടി പിടിപ്പിക്കാനായിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വേറൊരു വെറൈറ്റി കളറുണ്ട്, വയലറ്റ് ഉണ്ട്. പിന്നെ വേറൊരു പച്ച തന്നെ, ഈ ഡിസൈൻ ഇല്ലാതെ ആ പച്ച കളറിൽ തന്നെ നിൽക്കുന്നൊരു ചെടി, ഒരു ഐറ്റവും കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു കളറേ ഉള്ളൂ. ഈ വയലറ്റ് കളറും ഉണ്ട്, സാധാരണ കാണാറുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് നമ്മൾ വളത്തിൻ്റെ വലിയ വളം കാര്യങ്ങളും പെട്ടെന്ന് വളർന്നു കയറും, അധികം വളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.